ഈ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൻ്റെ സംയുക്ത സമിതിയിൽ നമ്മുടെ പ്രസിഡന്റ് നയപ്രഖ്യാപന പ്രസംഗം നടത്തി. ഹിന്ദിയിലുള്ള അതിമനോഹരമായ പ്രസംഗം, വളരെയേറെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഇന്ത്യയുടെ ഭാവി എന്തൊക്കെയാണ്, എന്തൊക്കെ നേട്ടങ്ങളാണ് നമ്മൾ കൈവരിക്കാൻ പോകുന്നത് എന്നും മറ്റുമൊക്കെ പരാമർശിക്കുന്ന ഒരു പ്രസംഗം. ദീർഘമായൊരു പ്രസംഗം തന്നെയായിരുന്നു അത്. ആ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ശ്രീമതി സോണിയാഗാന്ധിയുടെ പത്രപ്രതിനിധികൾ ചോദിച്ചു എന്താണ് അഭിപ്രായമെന്ന്. അപ്പോഴവർ പറഞ്ഞത് ആ പാവം പെണ്ണുമ്പുള്ള വളരെ ക്ഷീണിതയായിരുന്നു. ആലോചിച്ച് നോക്കണം, കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് ഇന്ത്യയുടെ പരമോന്നതമായ സ്ഥാപനത്തിൽ ഇന്ത്യയുടെ പരമോന്നത നേതാവ് നടത്തിയ ഒരു പ്രസംഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇതാണ്. The president is getting very tired. No comment. No, the poor lady, the president is getting very tired. No, the poor lady, the president is getting very tired. ആ നിലപാടിനെ മകള് സപ്പോർട്ട് ചെയ്തു, അത് സ്വാഭാവികം. മകൻ്റെ പ്രതികരണമാണ് അതിലും രസം. ബോറ് പ്രസംഗമായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ സംയുക്ത സമ്മേളനത്തിൽ പ്രസിഡന്റിൻ്റെ പ്രസംഗം കേൾക്കാൻ എത്തിയത് ചിരിക്കാനും കളിക്കാനും അവരുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രകടനങ്ങൾ കാണാനും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്താ? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്തെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. ഈ മൂന്ന് പേരുടെയും ചിന്താഗതി പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ എതിർപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതാണ് രാഷ്ട്രീയം എന്നാണ് ഈ വിഡി കുഷ്മാണ്ഡങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മുടെ റാവുൾ വിൻസി പ്രധാനമന്ത്രി ചോർ ഹേ, അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മോഡി സമുദായത്തെ ആക്ഷേപിക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ പരിപാടി. ഇപ്പോഴിതാ സോണിയാഗാന്ധി പറയുന്നു ഒരു പാവം പെണ്ണുമ്പുള്ള ഇങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ സോണിയാഗാന്ധിയുടെയും മക്കളുടെയും ഒക്കെ ഈ പ്രതികരണം ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതിൻ്റെ പിന്നിൽ മറ്റൊരു ചേതോവികാരമുണ്ട്. അതാണ് ഇവരുടെയൊക്കെ ധാരണ അവരൊക്കെ അങ്ങ് റോയൽ ഫാമിലി എന്ന് വന്നവരാണെന്നാണ്. അങ്ങനെ വലിയ റോയൽറ്റി ഒന്നും ആ ഫാമിലിക്കില്ല എന്നുള്ളത് അറിയാം. ഏത്? സോണിയാഗാന്ധിയുടെ ഫാമിലി. സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായി മാറുന്നത് പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടല്ല, സ്വന്തം ഭർത്താവിനുണ്ടായ ദാരുണമായ ഒരു അന്ത്യത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രം. കോൺഗ്രസിനെ നയിക്കാൻ നെഹ്റു കുടുംബത്തിൽ നിന്ന് ആളില്ലെങ്കിൽ കോൺഗ്രസ് ശിഥിലമായി പോകുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് അവരെ പൊക്കിയെടുത്തുകൊണ്ട് വന്നു. പിന്നെ മകനെ കൊണ്ടുവന്നു, ഇപ്പം മകളെയും കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുകയാണ്. ഇവർക്ക് ഗുരുത്വമോ വിവരമോ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹം ഒരു സീറ്റിലിരിക്കുന്നു. ഒരു ഭൃത്യൻ വന്ന് എഴുന്നേക്കാൻ പറയുന്നു. എന്തിന്? സോണിയാഗാന്ധിക്കിരിക്കാൻ. ആരാ സോണിയാഗാന്ധി? കോൺഗ്രസിൻ്റെ നേതാവായിരിക്കും. പക്ഷേ ഇത് ആരോടായത് പറയുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള പദവിയുടെ അർത്ഥമോ അതിൻ്റെ വൈപുല്യമോ അതിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതിനെയോ കുറിച്ച് യാതൊരു വിവരവും ഈ സ്ത്രീക്കില്ല എന്നർത്ഥം. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു, സോണിയാഗാന്ധിയുടെ അടുത്ത് ഖാർഗെ ഇരിക്കുന്നു, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. അവിടെ രാഹുൽ ഗാന്ധി വന്ന് പറയുന്നു എഴുന്നേരേ എന്ന്. എഴുന്നേൽപ്പിച്ച് വിടുന്നു. വിഷണ്ണനായി അദ്ദേഹം നടന്നു പോകുന്നു. ഇനി അദ്ദേഹത്തിന് വേറൊരു അടിയും കൂടെ കിട്ടി. പ്രിയങ്ക ഗാന്ധി ഇവിടെ നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോൾ ആ ഹാളിൽ ലിമിറ്റഡ് ആളുകൾക്കേ ഇരിക്കാൻ പറ്റൂ സ്ഥാനാർത്ഥിയോടൊപ്പം. അപ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധി, ഭർത്താവ്, മോന്, പിന്നെ രാഹുൽ ഗാന്ധി അവരൊക്കെ ഇരിക്കാൻ. പിന്നെ ഖാർഗെയ്ക്ക് ഇരിക്കാൻ സീറ്റില്ല. അദ്ദേഹം വെളിയിൽ കിടന്ന് തള്ളുകയാണ്. അകത്തൊന്ന് കയറിപ്പറ്റാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നറിയാൻ. ഇതാണ് ഈ കുടുംബത്തിൻ്റെ പാരമ്പര്യം. ഗുരുത്വമില്ല, വിവരവുമില്ല. എന്തൊക്കെയോ എവിടൊക്കെയോ എങ്ങനെ പറയണം എന്നൊന്നും അറിയില്ല. ഈ പ്രസംഗത്തിൽ പ്രസിഡന്റ് ഉന്നയിച്ച വിഷയങ്ങളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ ഇവർക്കറിയില്ല. അതാണ് ഇവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പരിജ്ഞാനം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഈ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ഇത്തരം പരാമർശങ്ങളെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ
പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് ഞാൻ അല്പം ഒന്ന് വായിക്കാം. ചില പ്രധാന കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പരാമർശം രാഷ്ട്രപതി എന്ന പദവിയെ അപമാനിക്കുന്നതായതിനാൽ അംഗീകരിക്കാൻ കഴിയില്ല. പ്രസംഗത്തിൽ ഒരു ഘട്ടത്തിലും രാഷ്ട്രപതിക്ക് ക്ഷീണം തോന്നിയില്ല. പിന്നോക്ക വിഭാഗങ്ങൾ, സ്ത്രീകൾ, കർഷകർ എന്നിവർക്ക് വേണ്ടി സംസാരിക്കുന്നത് ഒരിക്കലും രാഷ്ട്രപതിയെ തളർത്തില്ല. ഹിന്ദി പോലുള്ള ഇന്ത്യൻ ഭാഷകളിലെ പ്രയോഗങ്ങളും മറ്റും പരിചിതമല്ലാത്തത് കൊണ്ടാവാം ഈ നേതാക്കൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായത് എന്നുള്ളതാണ്. നമ്മുടെ പ്രധാനമന്ത്രിയും ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി. ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം എന്തായിരുന്നുവെന്ന്. എന്നാൽ നമ്മുടെ ബഹുമാന്യായ രാഷ്ട്രപതിയുടെ രാഷ്ട്രീയ പ്രവേശനം എങ്ങനെയാണ്? അവർ ചെറുപ്പത്തിലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് ഒഡീഷയിലെ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ നിന്ന് മത്സരിച്ച് പഞ്ചായത്ത് മെമ്പറായി. അതിനുശേഷം രാഷ്ട്രീയത്തിൽ പടിപടിയായി ഉയർന്നു വന്നു. നവീൻ പട്നായിക്കിൻ്റെ മന്ത്രിസഭയിലെ ഒരു പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയായി അവർ പ്രവർത്തിച്ചു. അതിനുശേഷം ഛത്തീസ്ഗഡിലെ അവർ ഗവർണറായി പ്രവർത്തിച്ചു. അതിനുശേഷമാണ് അവർ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തുന്നത്. പ്രവർത്തന പരിചയം, രാഷ്ട്രീയ പരിചയം, നിയമങ്ങളെ കുറിച്ചുള്ള പരിചയം, എന്താണ് സംയുക്ത പാർലമെൻറ്റ്, എന്താണ് നയപ്രഖ്യാപന പ്രസംഗം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുള്ള ഒരു പക്വതയാർന്ന രാഷ്ട്രീയ നേതാവിനെയാണ്, നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പൗരനെയാണ് സോണിയാഗാന്ധിയും മക്കളും ആക്ഷേപിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വിവരമില്ല എന്നുള്ളത് വ്യക്തമാണ്. എൻ്റെ ഒരു സങ്കടം അതല്ല. ഇത്രയും വിവരശൂന്യരായ, ഇത്രയും ഗുരുത്വമില്ലാത്തവരായ, ഇന്ത്യയിലെ ജനങ്ങളോട് യാതൊരു പ്രതിപത്തിയും സ്നേഹവും ഇല്ലാത്ത, ഈ രാഷ്ട്രത്തെ സ്വന്തം രാഷ്ട്രമായി മാതാവായി അംഗീകരിക്കാൻ കഴിയാത്ത, അവസരം കിട്ടുമ്പോഴൊക്കെയും രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി ഇന്ത്യയെ ആക്ഷേപിക്കുന്നത് നമുക്കറിയാം. ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ ഈ ഭാരതത്തിൻ്റെ ഭരണം ഏൽപ്പിക്കാനാണല്ലോ ഇവിടുത്തെ കുറേ രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു. ഇവരുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഭരണമെത്തിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യ സാമ്പത്തികമായി 3-ാം സ്ഥാനം, ഡിഫൻസിൻ്റെ സ്ഥാനത്തിൽ 3-ാം സ്ഥാനത്ത് നിന്ന് 2-ാം സ്ഥാനത്തേക്ക് കടക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഉയർച്ചയുടെ പടവുകൾ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രത്തിൻ്റെ ഭാവി ഇവത്തങ്ങളുടെ കയ്യിലായാൽ എൻ്റെ പൊന്നെ തകർന്ന് തരിപ്പണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ദൈവത്തിൻ്റെ നാടാണ്. നമ്മുടെ വയലാർ പാടിയ പോലെ, ഇവിടമാണ് ആദ്യമായി ഇതിഹാസരൂപിയാം ഈശ്വരൻ ഇറങ്ങിയ തീരം. ഈ തീരത്തിന് അങ്ങനെ വലിയ അപകടമൊന്നും സംഭവിക്കില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ ബോധവാന്മാരാണ്. നമ്മൾ കണ്ടു, BJPയുടെ ഭരണത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ BJP സഖ്യത്തിനെ അവിടെ നെഞ്ചിലേറ്റി അധികാരത്തിലേറ്റിയ ചിത്രം. ഇനി ഏതെല്ലാം പാർട്ടി കാലുമാറിപ്പോയാലും ഭാരതത്തിലെ ജനങ്ങൾ ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ഈ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി BJPക്ക് ഒന്നടങ്കം വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിന് അവർക്ക് പ്രചോദനം നൽകുന്ന ഈ തരത്തിലുള്ള പ്രവർത്തികൾ സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ഭാഗത്തുനിന്ന് വീണ്ടും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.